ശ്രീമദ് ഭാഗവതം ക്ലാസ് 113. നമ്മളിന്ന് നോക്കുന്നത് സ്കന്ധം 5 അധ്യായം 20. ഇതിലെ പ്രാശാദി ദ്വീപുകളും ലോകപർവ്വതവുമാണ്. കഴിഞ്ഞ അധ്യായങ്ങളിൽ മുതൽ നമ്മൾ പ്രപഞ്ചഘടനയാണ് കാണുന്നത്. ശാസ്ത്രലോകം ഇതുവരെ കണ്ടെത്താത്ത പ്രപഞ്ചഘടന വേദത്തിലൂടെ പറഞ്ഞു തരികയാണ്. വേദത്തിലൂടെ പറഞ്ഞു തരിക മാത്രമല്ല, ഈ 7 ലോകങ്ങളുടെ ഘടനയും അതിലുള്ള ഓരോന്നിൻ്റെയും ഘടനയും അതിൻ്റെ ഏറിയയും അതിലെന്തെല്ലാം മരങ്ങളുണ്ട്, എന്തെല്ലാം നദികളുണ്ട്, പർവ്വതങ്ങളുണ്ട്, അതെല്ലാമാണ് പറഞ്ഞു തരുന്നത്. ലോകം ഇതുവരെ ശാസ്ത്രലോകം അതിൻ്റെ 100% പോലും ജ്ഞാനം നേടിയിട്ടില്ല. ആ ഘട്ടത്തിലാണ് നമുക്ക് തന്നെ നമ്മുടെ സൗരയൂഥ സിസ്റ്റത്തിൻ്റെ അപ്പുറത്തുള്ള അല്പഞ്ചല നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്നതെന്നല്ലാതെ 7 ലോകങ്ങളെപ്പറ്റി ശാസ്ത്രലോകം എത്തേണ്ടെങ്കിൽ ഇനി എത്രയോ കാലം വേണം. അതിലും നല്ലത് ഈ വേദങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കറിയാം 7 ലോകങ്ങളുണ്ട്. എല്ലാ മതങ്ങളും 7 ലോകങ്ങളെപ്പറ്റി പറയുന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്ന് അതിൻ്റെ ഘടനയൊന്നും അവർക്കറിയില്ല. അതല്ല ഈ വേദങ്ങളിൽ നിന്ന് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് അടിച്ചു വിടുന്നത് എന്നല്ലാതെ എല്ലാം വേദത്തിലുള്ള എടുത്തിട്ട് എന്തെല്ലോ അടിച്ചു വിട്ടു. അങ്ങനെയാണ് ഈ മതങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മറ്റുള്ള സ്മൃതി ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഇന്ന് പ്രചാരത്തിലുള്ള എല്ലാ മതഗ്രന്ഥങ്ങളും അത് ഏതത്തിൻ്റെ ആയാലും വേദവുമായിട്ട് ബന്ധപ്പെട്ടതായാലും എല്ലാം വേദത്തിൽ നിന്ന് വന്നതാണ്. അർത്ഥം മനസ്സിലാക്കാതെ എന്തെല്ലോ വ്യാഖ്യാനിച്ചു പോയി. പക്ഷേ വേദം 7 ലോകങ്ങളെപ്പറ്റി, എങ്ങനെയാണ് ലോകം, പ്രപഞ്ചം ഒരു വലിയ ഗോളമായിട്ട് സങ്കല്പിക്കുന്നു. ആ ഗോളത്തിൽ 7 ഗോളങ്ങൾ വേറെയുണ്ട്. അതാണ് 7 ലോകങ്ങൾ. എങ്ങനെ? ഇങ്ങനെ ഇതേപോലെ നടുവിലൊന്നും അതിൻ്റെ അകത്ത് 7. ഇതാണ് 7 ലോകങ്ങൾ. ഇതെങ്ങനെ ഇങ്ങനെ പരന്നല്ല കിടക്കുന്നത്, ഒരു വലിയ ഗോളത്തിൻ്റെ അകത്ത്. ഇതെല്ലാം ഒരു പ്ലാൻ അനുസരിച്ച്, പരമാത്മാവെന്നൊരു പ്ലാൻ അനുസരിച്ച് ഏതോ ഒരു ശക്തി വിശേഷം, അതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതിനൊരു ലോകം ഉണ്ടാക്കണമെന്ന് തോന്നി ഒരു പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാനിൻ്റെ അനുസരിച്ച് ആദ്യം ഇങ്ങനെ 7 ലോകങ്ങളാക്കി മാറ്റി. അതിനെ വേറെ ഒരു കഥയിൽ ഗർഭത്തെ 7ആയിട്ട് ഇന്ദ്രൻ അടിച്ചു മുടിച്ചു എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ പിന്നിലെല്ലാം ഓരോ ശക്തി വിശേഷങ്ങളുണ്ട്. ഈ പ്രപഞ്ചം ഇതേമാതിരി ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ പിന്നിലുള്ള ശക്തി വിശേഷത്തെയാണ് പ്രിയംവദൻ എന്ന ഒരു കഥാപാത്രത്തിലൂടെ അവതരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ അതൊരു ശക്തിയാണ്. ആ ശക്തിയാണ് ഈ പ്ലാൻ അനുസരിച്ച് ആദ്യം പ്രപഞ്ചത്തെ 7ആക്കി ഭാഗിച്ചത്. അതാണ് ബിഗ് ബാങ് തിയറി. ആദ്യം പ്രപഞ്ചമുണ്ടായ കണങ്ങളും ആറ്റങ്ങളും എല്ലാം വസ്തുക്കളായി മാറിയിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. കാരണം കെമിസ്ട്രി അതാണ് പറയുന്നത്. ആറ്റങ്ങൾക്ക് ഒറ്റത്ത് നിൽക്കാൻ പറ്റില്ല, അവ തന്മാത്രയാകും. പിന്നെ പരസ്പരമുള്ള ആകർഷണം കൊണ്ട് ഒരു വലിയൊരു പിണ്ഡമായി തീരുന്നു. ആ പിണ്ഡത്തെയാണ് പിന്നെ 7ആക്കി മുറിച്ചത്. അതാണ് 7 ലോകങ്ങൾ. അതാണ് ഇങ്ങനെയുള്ള 7 ലോകം. ഇതിനിടക്കുള്ള വേർതിരിച്ച സ്ഥലങ്ങൾ നദികളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതെല്ലാം നദികളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, വേർതിരിപ്പെടുത്തിയ സ്ഥലങ്ങൾ. അതിൻ്റെ എല്ലാം പേരും അവർ ഓരോ പേരും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് ചെയ്തത്? ഇന്ദ്രൻ ആ ഓരോന്നിനെയും 7ആക്കി, അങ്ങനെ 49 മരുത്ത് ഗണങ്ങളാക്കി മാറ്റി. അപ്പം പ്രപഞ്ചം എന്ന് പറയുന്നത് 49 മരുത്ത് ഗണങ്ങൾ കൂടിയതാണെന്ന് ഒരു പുരാണ കഥയിലൂടെ നമ്മൾ ബ്രഹ്മം തൊട്ട് കൂട്ടലിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിനെ 7ആക്കിയിട്ട് പ്രിയംവദൻ എന്ന ആ ശക്തി വിശേഷം തൻ്റെ മക്കളെന്ന നിലയിൽ ചിത്രീകരിച്ച 7 മക്കൾക്ക് വീതിച്ചു കൊടുത്തു. അതായത് പിന്നെ അതിൻ്റെ അകത്തുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് ആ മക്കളാണ്. അതും ഫലങ്ങൾ തന്നെയാണ്. പിന്നെ ഓരോന്നിൻ്റെ അകത്തുള്ള കർമ്മങ്ങൾ, ഇപ്പം നമ്മൾ വീട്ടിലാണെങ്കിൽ ഗൃഹനാഥൻ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി വിധിച്ചു കൊടുക്കും. അടുക്കള കാര്യം
ഇന്നാക്ക് മറ്റേ ഇന്നാക്ക് എന്ന പോലെ ഈ ആ 7 മക്കളിലൂടെ വീതിച്ചു കൊടുത്തു എന്ന് പറയുന്നത്. പിന്നെ ഈ ഓരോ മക്കളുമാണ് അതിനെ 7ആയിട്ട് മുറിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ നോക്ക് അടക്കേണ്ട ഉത്തരവാദിത്തം അവരുടെ 7 മക്കൾക്ക് കൊടുത്ത മാതിരിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം ആദ്യം പ്രിയംവദൻ 7ആക്കി 7 മക്കൾക്ക് കൊടുത്തു. അപ്പോൾ പ്രപഞ്ചഘടന നമുക്ക് മനസ്സിലായി വലിയൊരു ഗോളമാണ്. അതിനുശേഷം ഓരോ മക്കൾക്കും കൊടുത്തതിന് ശേഷം ഓരോ മക്കളും അതിനെ ഓരോന്നിനെയും 7ആക്കി മാറ്റിയിട്ട് ഇതിൻ്റെ എല്ലാ അകത്ത് 7ആക്കി മാറ്റിയിട്ട് അത് ഓരോ മക്കൾക്ക് കൊടുത്താണ്. ആ കഥയും വേറൊരു പേര് മക്കളെ പേരും പറഞ്ഞു. അങ്ങനെ നടുവിലുള്ള ഈ ലോകത്തിനാണ് പറയുന്നത് ജംബുദ്വീപ്. ആ ജംബുദ്വീപിനെ 7ആക്കി മാറ്റിയിട്ട്, പക്ഷേ വേദങ്ങളിൽ 7ആണെങ്കിലും നേരത്തെ പണ്ട് പറഞ്ഞ കഥയിൽ ഇന്ദ്രൻ വെച്ചിട്ടുള്ളത് 7ആണെങ്കിലും ഈ കഥയിൽ 9ആക്കിയിട്ടാണ് പറയുന്നത്. അപ്പം അങ്ങനെ 9 വരുമ്പം ഇവിടെ 6ഉം നടുവിലുള്ളത് 7ഉം ഈ നടുവിലെ തന്നെ പർവ്വതങ്ങളെ വെച്ചിട്ട് 3 സ്ഥലങ്ങളായിട്ട് തിരിച്ചിട്ട് അങ്ങനെ 9ആയിട്ട് ഭാഗിച്ചതായിട്ടാണ്. കുറച്ചും കൂടി ഡീപ്പായിട്ട് പോവുകയാണ്. അതിൻ്റെ അകത്ത് 3 പർവ്വതങ്ങൾ ഉണ്ടായിട്ട് ആ 3 പർവ്വതങ്ങളെ ആ നടുവിലുള്ള സ്ഥലത്തെ വേർതിരിക്കുന്നുണ്ട്. അങ്ങനെ 9ആയിട്ട് ഇതാർക്കാണോ കൊടുത്തത് അദ്ദേഹത്തിൻ്റെ 9 മക്കൾക്ക് വീതിച്ചു കൊടുത്തതായിട്ട് പറഞ്ഞു. അതിലാണ് ഇങ്ങനെയാക്കി മാറ്റിയതിൽ ഒന്നിലാണ് ഇതെല്ലാം മരുത്തുക്കളാണ്. ഈ ഒന്നിലാണ് ഇവിടെ മരുത്തുക്കൾ എന്നല്ല പറയുക ഓരോ ദ്വീപിൻ്റെ പേര്. ഈ ദ്വീപെല്ലാം പേര് കൊടുക്കുമ്പോൾ അതായത് മക്കളുടെ പേരാണ് കൊടുക്കുക. അല്ലെ ഈ സ്ഥലത്തിന് കൊടുത്ത പേര് അതിൻ്റെ മക്കളാർക്ക് കൊടുത്തു എന്തോ. അങ്ങനെ ഉള്ളതിൽ ഇതിലാണ് നമ്മളുള്ളത്. ആ നമ്മളുള്ളത് എന്ന് പറയുമ്പോൾ നമ്മളുള്ള അതിൽ തന്നെ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്ര ഗാലക്സികളെല്ലായിട്ട് അതിലുള്ള ഒരു നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ. അതിലുള്ള ഒരു ഭൂമിയിലാണ് നമ്മളുള്ളത്. ആ സൂര്യനും ഭൂമിയും കൂടി ചേർന്നതിനാണ് ഭാരതവർഷം എന്ന് പറയുന്നത്. അതിൽ ഭാരതത്തിലെ ഏറ്റവും വലിയ പർവ്വത ഹിമവാനാണ്. അതാണ് ഇതിലെ ഏറ്റവും വലിയ പർവ്വതം. അതുകൊണ്ട് അതിന് ഹിമവാന എന്ന പേരും കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ 2 അധ്യായങ്ങളിലൂടെ ഈ 9 ദ്വീപുകളിലെ പർവ്വതങ്ങളെയും പ്രധാനപ്പെട്ട നദികളെയും വൃക്ഷങ്ങളെയും എല്ലാം പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ 2 അധ്യായങ്ങൾ പറഞ്ഞത്. അതായത് ഈ നടുവിലുള്ളത് അതിലാണല്ലോ നമ്മളുള്ളത്. അതുകൊണ്ട് അതിന് കുറേ പ്രാധാന്യം കൊടുത്തിട്ട് കഴിഞ്ഞ 2 അധ്യായങ്ങളുടെ ഇതിലുള്ള 9 ദേശങ്ങളുടെയും അതിനാണ് വർഷങ്ങൾ എന്ന് പറയുന്നത്. 9 വർഷങ്ങളുടെയുമുള്ള പർവ്വതങ്ങളുടെയും മരങ്ങളുടെയും പ്രധാന നദികളുടെയും എല്ലാം ഘടന അവിടെ വിവരിച്ചു തന്നു. ഇനി ഈ അധ്യായം മുതൽ അവർ ചെയ്യാൻ പോകുന്നത്, അപ്പം പ്രിയംവദൻ ഇത് ഒരു മകന് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ 9 മക്കൾക്ക് ഇതിൻ്റെ അകത്തുള്ളതിനെ 9ആയിട്ട് വീതിച്ചു കൊടുത്തു. അതിലാണ് നമ്മളുള്ളത്. ഇനി പ്രിയംവദൻ ബാക്കിയുള്ള 6 മക്കൾക്ക് ഇതിനെയാണ് കൊടുത്തത്. ഈ 6 എണ്ണത്തെയാണ് കൊടുത്തത്. ഇനി ഇതിൻ്റെ ഘടനയാണ് അതിലുള്ള പ്രധാന പർവ്വതങ്ങളും നദികളും ജനങ്ങളെയെല്ലാം പറ്റിയാണ് ഇനി ഈ അധ്യായത്തിൽ പറയാൻ പോകുന്നത്. നമ്മളൊന്ന് ആലോചിക്കണം, ലോകം ഇതുവരെ ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മളിവിടെയുള്ള കുറച്ച് ആകാശത്തിലുള്ള നക്ഷത്രങ്ങൾ നോക്കിയിട്ട്
ഇപ്പോഴും ഇരിക്കുകയാണ്. അത് തന്നെ ഏതിലാണുള്ളത്? ഈ പറയുന്ന നടുവിലുള്ള ഒന്നിൽ. ഇതിൽ തന്നെ 9 വായിച്ച ഒന്നിൽ കോടാനുകോടി നക്ഷത്രങ്ങളുള്ളതിൽ ഒരു നക്ഷത്രത്തെ ചുറ്റിപ്പറ്റി നമ്മളെ സൂര്യനെ ചുറ്റിപ്പറ്റിയുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ നോക്കിയിട്ട് എത്ര കാലം പിടിക്കും? അതാണ് ഇവരെ വേദങ്ങളിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് ഇനിയുള്ളത് നടുവിലുള്ളത് പ്രാധാന്യം കൊടുത്തിട്ട്, കാരണം നമ്മളതിലുള്ളത് കൊണ്ട് ഇതിൻ്റെ വിസ്തരിച്ച് 2 അധ്യായങ്ങൾ പറഞ്ഞു. ഇനി ഇതിലൂടെ ഈ 7-നെയാണ് പറയാൻ പോകുന്നത്, ഓരോന്നായിട്ട് എടുത്തിട്ട്. അപ്പോൾ ആദ്യം ഇതിനെ പ്ലാശദ്വീപ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ശുഗൻ 1 പറയുകയാണ്, ഇനി പ്ലാശാദി ദ്വീപുകളുടെ ചുറ്റളവ്, സ്വരൂപം, കിടപ്പ് എന്നിവയോട് കൂടെ അവയുടെ വർഷങ്ങളെപ്പറ്റി പറയാം. വർഷങ്ങൾ എന്നത് ആ ദ്വീപ് സമൂഹങ്ങളെ പറ്റി. 2 പറയുകയാണ് ജംബുദ്വീപ്, അതായത് നടുവിലുള്ളത് ഉപ്പ് രസ സമുദ്രത്താൽ ചുറ്റപ്പെട്ട പോലെ. അപ്പം നടുവിലുള്ളത് ഉപ്പ് രസ സമുദ്രം കൊണ്ട് ചുറ്റപ്പെട്ടതുപോലെ അതേ വലിപ്പമുള്ള പ്ലാശദ്വീപുണ്ട്. ഉപ്പ് ജലത്താൽ ചുറ്റപ്പെട്ടിരിക്കും. അപ്പോൾ ഒരു ദ്വീപ് എന്ന് പറയുമ്പോൾ അതിന് ചുറ്റും ഒരു നദി ഉണ്ടാവും. അതിനെയാണ്, അപ്പോൾ ഓരോ ദ്വീപിനും ഓരോ നദികൾ ഉണ്ടാവും. ഇതിൻ്റെ പേരിന് കാരണം എന്താണ്? പ്ലാശ എന്ന വൃക്ഷമാണ്. ആ വൃക്ഷമുള്ളത് കൊണ്ടാണ് അതിന് പ്ലാശദ്വീപ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ജംബുദ്വീപിന് പേര് കിട്ടിയ എന്തുകൊണ്ടാണ്? ജംബു എന്ന വൃക്ഷമുള്ളത്. പ്ലാശദ്വീപിന് ആ പേര് കിട്ടിയത് പ്ലാശ എന്ന വൃക്ഷമുള്ളത്. പക്ഷെ വേറെത്തിയിൽ നേരത്തെ പറഞ്ഞ എന്താണ്, മക്കളെ പേരാണ് കൊടുത്തതെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്ന് തന്നെ, ഒരു പേര് കൊടുക്കുന്നു. അവിടെ പ്രധാനപ്പെട്ടത് ആ ചെടിയാണുള്ളത്, അതുകൊണ്ട് മക്കൾക്ക് ആ പേര് കൊടുത്തതായിരിക്കാം. ആ ദ്വീപിൽ ആ ചെടി ഉള്ളത് കൊണ്ട് മക്കൾക്കും ആ പേര് കൊടുത്ത് ആ നിലയിലും കണ്ടാൽ മതി. ഈ ദ്വീപിൽ ജിഹ്വകളോടുകൂടിയ അഗ്നി ഭഗവാനുണ്ട്. അപ്പൊ അഗ്നിക്ക് 7 രൂപങ്ങളോട് കൂടിയുള്ള അഗ്നി അവിടെയുണ്ട് ആ പ്ലാശദ്വീപിൽ. അഗ്നിയില്ലാത്ത ദേശമില്ലല്ലോ. പക്ഷെ അഗ്നിക്ക് 7 തരം രൂപങ്ങൾ ഉണ്ട്. നമുക്കറിയാം, സൂര്യപ്രകാശം, ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി, മാഗ്നറ്റിക്, ഇങ്ങനെയല്ല ഉള്ളത്. അപ്പോൾ 7 തരത്തിലുള്ള രൂപത്തിൽ അഗ്നിയുണ്ട്. അതിൻ്റെ അധിപൻ എന്ന് പറയുന്നത് പ്രിയവ്രതൻ്റെ പുത്രൻ ഇത്മജിഹ്വാനാണ് എന്ന് പറയുകയാണ്. പ്രിയവ്രതൻ്റെ ഒരു മകനാണ് കൊടുത്തതെന്ന് പറഞ്ഞല്ലോ ആ പ്ലാശദ്വീപ്, ബാക്കി ചുറ്റുമുള്ളത് 1. എന്നിട്ട് അദ്ദേഹം അതിനെ 7 ഖണ്ഡങ്ങളാക്കി. ഇതിനെ അദ്ദേഹം, ഇതാണെന്ന് വെച്ചോളൂ, ഇതിനെ അദ്ദേഹം 7 ഖണ്ഡങ്ങളാക്കി. 7 പുത്രന്മാർക്കും കൊടുത്തിട്ട് അദ്ദേഹം ജീവിതത്തിൽ നിന്ന് വിരമിച്ചു. പിന്നെ 7 പുത്രന്മാരുടെ ജോലിയാണ് ഈ 7 ലോകങ്ങളെ ഇന്നുള്ള അവസ്ഥയിൽ നക്ഷത്രങ്ങളെല്ലാം ആക്കിയിട്ട് വലിയൊരു സമൂഹമായിട്ട് മാറ്റിയെടുക്കേണ്ടത്. ആ 7 ദ്വീപുകളുടെ 7 പുത്രന്മാരുടെ പേരുകൾ പറയുകയാണ്. അല്ലെങ്കിൽ അതിനെ 7 മാറ്റിയപ്പോൾ ആ 7 ദ്വീപുകളുടെ ആ ദ്വീപുകൾക്ക് പേരും അത് തന്നെയായിരിക്കും. അതിനെ 7 മാറ്റിയിട്ട് ഇതിനെ 7 മാറ്റിയിട്ട് 7 ഗോളങ്ങളായി മാറും. അപ്പോൾ അതിന് ചുറ്റും 7 നദികളും ഉണ്ടാവും. ഇതിൽ 7 പർവ്വതങ്ങളുണ്ടാവും. ഇതിലൊരു പേരും ഉണ്ടാവും ഓരോ ദ്വീപിനും. അതിൻ്റെ പേരുകളാണ് ശിവം, യവസം, സുഭദ്രം, ശാന്തം, ക്ഷേമം, അമൃതം, അഭയം. ആ ദ്വീപുകൾക്ക് 7 മാറ്റിയതിന് 7 പേര് കൊടുക്കും. എന്നിട്ട് അതിലുള്ള ഏറ്റവും വലിയ 4 അതിലുള്ള ഏറ്റവും വലിയ പർവ്വതങ്ങളുടെ പേര് പറയുകയാണ്. ഓരോന്നിലുള്ള 7 അപ്പോൾ 7 പർവ്വതങ്ങളുടെ പേര് പറയുകയാണ്. അപ്പം അവർ ആ പർവ്വതങ്ങളെ അവിടെ കണ്ടിരിക്കുന്നു. 7 ദ്വീപുകളെയും കണ്ടിരിക്കുന്നു, അതിലുള്ള പർവ്വതങ്ങളെയും കണ്ടിരിക്കുന്നു. അതേതാണ്? മണികൂമ, വജ്രകൂടം, മണികൂടം,
വജ്രംകുടം, ഇന്ദ്രസേനം, ജ്യോതിഷ്കാൻ, സുവർണം, ഹിരണ്യഷ്ഠിതം, മേഘമാലം എന്നിവ. ഇതാണ് അതിലുള്ള പർവ്വതങ്ങൾ. പിന്നെ അതിനെ ചുറ്റിപ്പറ്റി 7 നദികൾ ഉണ്ടാവുമല്ലോ. ഒരു ദ്വീപാകുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി 7 നദികളുണ്ട്. ആ നദികളുടെ പേര് പറയുകയാണ് അരുണ, നൃമ്ന, ആങ്കമസി, സാവിത്രി, സുപ്രഭാത, ഋതംഭര, സത്യംഭര എന്നിങ്ങനെ 7 മഹാനദികൾ. ആ നദികളാണ് അതിനെ 7ആയിട്ട് മാറ്റിയിരിക്കുന്നത്. ആ ദ്വീപിൽ 7 പർവ്വതങ്ങളുടെ പേരും പറഞ്ഞു. എന്നിട്ട് അതിലെ ജലം സ്പർശിക്കുകയാൽ രജോ തമോ സപ്തഗുണങ്ങൾ വിട്ട്, അതിലുള്ള ആൾക്കാരെല്ലാവരുടെയെല്ലാം സപ്തഗുണങ്ങളും വിട്ട് ഹംസൻ, പതങ്കൻ, ഊർധ്വാനൻ, സത്യഗവൻ എന്നീ പേരുകളോടുകൂടെ 7 വർണ്ണങ്ങളായി. അതിൽ വല്ല ജീവജാലങ്ങളുണ്ടെങ്കിൽ അതിന് 7ആയിട്ട് തിരിച്ചിട്ട് അവരുടെ ഒരു പ്രത്യേകം പറയുകയാണ്. അതിലെ ജലം തൊട്ടതുകൊണ്ട് അവരെല്ലാം എന്തായിപ്പോയി? ഈ രജോ തമോ ഗുണങ്ങളൊന്നും ഇല്ലാത്തവരായിപ്പോയി. അതുകൊണ്ട് മരവിച്ച് അങ്ങനെ പ്രതിപോലെ കിടക്കുന്നവരാണ് അതിനകത്തുള്ളത്. അതിനകത്ത് പല ജീവികളുണ്ടെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം നേടി നമുക്കറിയാലോ. രജോ തമോ ഗുണങ്ങളെല്ലാം ഇല്ലാതായി പോയി കഴിഞ്ഞാൽ പ്രതിമ കണക്കായി പോകും. അങ്ങനെയുള്ളവരുടെ 4 വിഭാഗങ്ങളുടെ 4 വർണ്ണങ്ങളുടെ പേരും കൊടുത്തിട്ട് അവർ 100,000 വർഷത്തോളം ആയുസ്സുള്ളവരാണ്. അവരെ നശിക്കുന്നവരതാണ് കിടക്കും. ദേവന്മാരെ പോലെയാണെന്ന് പറയുകയാണ്. ദേവന്മാർ എന്ന് പറഞ്ഞാൽ കല്ലും മണ്ണും എല്ലാം ആണ്. ആ രൂപത്തിലാണ് അതിനകത്ത് സാധനങ്ങൾ കിടക്കുന്നത്. സന്താനോൽപാദനത്തോടു കൂടിയവരാണ്. അവർക്ക് പുതിയ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവെല്ലാം ഉണ്ട്. അവർ സ്വർഗത്തിലേക്കുള്ള ദ്വാരമാകുന്നു എന്ന് പറയുകയാണ്. അതിലൂടെയാണ് നടുവിലുള്ള സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴി. വേദജ്ഞാനമുണ്ട്, അവിടെ വേദമുണ്ട്. വേദജ്ഞനായ, വേദങ്ങളുടെ അധിപതിയായ അതിൻ്റെ ഒരു ദേവതയെ പറ്റി പറയാണ്. അവിടെയുള്ള ജനങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ദേവത ആരാണെന്ന് പറയുകയാണ്. എല്ലാ വേദങ്ങളുടെയും ജ്ഞാനം തികഞ്ഞ എല്ലായിടവും വ്യാപിച്ചു കിടക്കുന്ന സൂര്യനാരായണ സ്വാമിയാണ് അവിടുത്തെ ദേവത. അതുകൊണ്ട് അവിടെയുള്ളവരെ ആ വേദമന്ത്രം കൊണ്ട് ഉപാസിക്കുന്നു. അപ്പോൾ അവരെല്ലാം ഉപാസിക്കുന്നത് അവിടുത്തെ ദേവത എന്ന് പറയുന്നത് സൂര്യനാരായണ സ്വാമിയാണ്. സൂര്യനാരായണന്റെ അധീനതയിലാണ് ദേവത. ആ ഈശ്വരന്റെ അധീനതയിലാണ് ആ സ്ഥലം ഉള്ളത്. എന്നിട്ട് 5 പറയുകയാണ്, സത്യത്തിൻ്റെയും ഋതത്തിൻ്റെയും വേദത്തിൻ്റെയും ശുഭഫലത്തിൻ്റെയും അശുഭഫലത്തിൻ്റെയും അതിധൃതമായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തോടെ പ്രകാശിക്കുന്ന സൂര്യനാരായണ സ്വാമിയെ നമ്മൾ ശരണം പ്രാപിക്കുന്നു. അവിടെയുള്ളവരിൽ ആരാധിക്കുന്ന സൂര്യനാരായണ സ്വാമിയെയാണ്. അതിൻ്റെ പ്രത്യേകതയാണ് സത്യത്തിൻ്റെ, ഋതത്തിൻ്റെ, വേദത്തിൻ്റെ ശുഭഫലങ്ങൾ നൽകുന്നതും വേദത്തിൻ്റെ അശുഭഫലങ്ങൾ നൽകുന്നതിൻ്റെ എല്ലാം ആധിപത്യമുള്ള മഹാവിഷ്ണുവിൻ്റെ രൂപമായി സ്ഥിതി ചെയ്യുന്ന മഹാവിഷ്ണു തന്നെയാണ് ഈ പ്രപഞ്ചമെല്ലാമായിട്ട് മാറിയത്. ശ്രീഹരി, ആ ശ്രീഹരിയുടെ ഒരു രൂപമായിട്ട് പ്രകാശിക്കുന്ന നാരായണനെയാണ് അവിടെ ഉള്ളവർ ആരാധിക്കുന്നത് എന്ന് പറയുകയാണ്. ആ ഉപാസിക്കുന്നത് കൊണ്ട് ആ മന്ത്രത്തിൻ്റെ പേരാണ് സൂര്യോപാസന മന്ത്രം. അവർ ഉപാസിക്കുന്ന ആ മന്ത്രത്തിൻ്റെ പേരാണ് സൂര്യോപാസന മന്ത്രം. ഇനി 6 പറയാണ്, പ്ലാശം മുതലായ 5 ദ്വീപുകളിലും ജനങ്ങൾ ആയുസ്, ഇന്ദ്രബലം, ഓജസ്, മനഃശക്തി, ബുദ്ധിശക്തി, പരാക്രമം തുടങ്ങിയവയെല്ലാം എല്ലാവർക്കും ഒരുപോലെയാണ്. അവിടെ ഉള്ളവർക്കെല്ലാം, ഈ ദ്വീപുകളിലുള്ളവരുടെയെല്ലാം, ആ ദ്വീപുകളിലെ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അവരുടെയെല്ലാം
ഓജസ്സും മനഃശക്തിയും ബുദ്ധിശക്തിയും എല്ലാം അവിടെ ജീവജാലങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ എല്ലാം മനഃശക്തി എല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണെന്ന് പറയുകയാണ്. ബാക്കിയുള്ള 6 ചുറ്റുമുള്ള 6 എങ്ങനെയാണ്? ഒരേപോലെ തന്നെയാണുള്ളത്. പക്ഷെ നടുവിലുള്ളതിന് പ്രത്യേകതയുണ്ട്. പക്ഷേ ചുറ്റിലുള്ള 6 ഏകദേശം ഒരേപോലെ ആയതുകൊണ്ട് അവിടെ ജീവജാലങ്ങളുണ്ടെങ്കിൽ അവരുടെ ഇന്ദ്രബലം, ഓജസ്, മനഃശക്തി, ബുദ്ധിശക്തി, പരാക്രമം എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇനി പ്ലാശദ്വീപിനോളം 7 പറയുകയാണ്, പ്ലാശദ്വീപിനോളം വലിപ്പമുള്ള അടുത്ത ദ്വീപിനെ പറയുകയാണ് ശാൽമല എന്ന ദ്വീപ്. അപ്പം ഇതിനെപ്പറ്റി പറഞ്ഞെങ്കിൽ അടുത്തത് ഇതിനെപ്പറ്റി പറയുകയാണ്. ഏകദേശം അതേ വലുപ്പം തന്നെയാണ്, നേരത്തെ പറഞ്ഞ പ്ലാശന്റെ അത്ര വലുപ്പം തന്നെയാണ് അതിനുള്ളത് എന്ന് പറയുകയാണ്. അതിന് കരിമ്പിനീർ കടലിനാൽ ചുറ്റിപ്പെട്ട്, കരിമ്പിന്റെ നീര് പോലെയുള്ള കടലിനാൽ ചുറ്റപ്പെട്ട്. അവിടെ കരിമ്പിൻ നീര് പിരിഞ്ഞു വെച്ച് ഒഴിച്ചിട്ട് സമുദ്രാക്കി മാറ്റി എന്നൊന്നും ധരിച്ചു പോകരുത്. കരിമ്പിൻ നീര് പോലെ എന്ന് പറയുമ്പോൾ കരിമ്പിൻ്റെ നീര് എൻ്റെ നിറം എന്താണോ അതുപോലെയാണ് ആ ദ്വീപിൻ്റെ ചുറ്റുമുള്ള ജലത്തെ അവർ നോക്കുമ്പോൾ, ആ സ്പേസിനെ നോക്കുമ്പോൾ അവർ കാണുന്നു. ആ തരത്തിൽ വേണം കാണാൻ. അവർ നോക്കുമ്പോൾ കരിമ്പിൻ്റെ നീരിൻ്റെ നിറം എന്താണോ ആ നിറത്തിലാണ് ആ ദ്വീപ് ചുറ്റിപ്പെട്ട് കിടക്കുന്ന ആ സ്പേസ് ഉള്ളത്. അപ്പോൾ അതൊരു സാഗരമായി കണക്കാക്കിയിട്ട് അതിലെന്ത് പറയുന്നു? കരിമ്പിൻ്റെ കടലിനാൽ ചുറ്റപ്പെട്ട് ശാലമ എന്ന ദ്വീപും ഉണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് അടുത്തതില് 8 ഈ ശാൽമല ദ്വീപിനാൽ ശാൽമലി എന്ന വൃക്ഷമുണ്ട്. അതിന് ആ പേര് കിട്ടാൻ കാരണം അവിടെ ശാൽമലി എന്ന ഒരു വൃക്ഷമുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, വൃക്ഷത്തെ നോക്കി അല്ലെങ്കിൽ പർവ്വതത്തെ നോക്കിയിട്ടാണ് പേര് കൊടുക്കുക. ആ പേര് തന്നെയാണ് ആ ഭരിക്കുന്ന ഭരണാധികാരിയുടെ ആകണമെന്നൊന്നുമില്ല, ഇവിടെ വ്യത്യസ്തമായിട്ടാണ് പറയുന്നത്. എൻ്റെ ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയും പറയുകയാണ്. പുരാണ കഥകളുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് അത് ഗരുഡഭഗവാന്റെ വാസസ്ഥാനമാണ് എന്ന് പറയപ്പെടുന്നു. വിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ്റെ വാസസ്ഥലമായിട്ട് അതിനെ ചിത്രീകരിച്ചിരിക്കുകയാണ്. ഇനി 9 അതിൻ്റെ അധിപതി പ്രിയവ്രത പുത്രനായ യജ്ഞബാഹു. അപ്പോൾ അതിന് പ്രിയംവദൻ്റെ പുത്രൻ്റെ പേരല്ല ഓർത്തിരിക്കുന്നത്, കാരണം അത് യജ്ഞബാഹുവാണ്. അത് അദ്ദേഹം 7 പുത്രന്മാർക്ക് നൽകി. ഇത് 2ാമത്തെ ദ്വീപ്. നമ്മളിപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ഒന്നിനെ കണ്ടെങ്കിൽ ഇത് 2ാമത്തെ ആയിട്ട് എടുത്തു കഴിഞ്ഞ് ഇതിനെ അദ്ദേഹം 7ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട്, ഇതേപോലെ 7ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് തൻ്റെ 7 പുത്രന്മാർക്ക് നൽകി. അപ്പോൾ അവരുടെ പേരുകളാണ് സുരോചനം, സൗമനസ്യം, രമണകം, ദേവവർഷം, പാരിഭദ്രം, ആവ്യായനം, അവിജ്ഞാനം. എന്നിട്ട് ആ ദേശത്തിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിലെന്തുണ്ട്? 7 പർവ്വതങ്ങളുണ്ട്. 10 ആ പർവ്വതങ്ങളുടെ പേര് പറയുകയാണ്. അതായത് ഓരോ ദേശത്തിലുള്ള വലിയ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ അവിടുത്തെ ബാക്കിയൊന്നും പറയാൻ പറ്റില്ല. പറയാൻ പറ്റുന്ന എന്താണ്? കാണാൻ പറ്റുന്ന വലിയ പർവ്വതങ്ങളും നദികളും തന്നെയാണ്. അപ്പം നദികളെ പറ്റി പറയുകയാണ്. അതിൽ പർവ്വതങ്ങളെ ആദ്യം പറയാം. 10 പറയുകയാണ്. അതിൽ സ്വരസം, ശതശൃംഗം, വാമദേവൻ, കുരുൻ, മുകുന്ദൻ, പുഷ്പവർഷനം, സഹസ്രശ്രുതി എന്നീ പർവ്വതങ്ങളുണ്ട്. ഇനി അതിന് ചുറ്റുങ്ങൾ എന്തുണ്ടാവും? അതിൻ്റേതായ നദികളും ഉണ്ടാവും. അതിനെ വേർതിരിക്കുന്നു. അത് അനുമതി, സീനിവാലി, സരസ്വതി, കുഹു, രജിത, നന്ദ, രായു എന്നീ നദികളാണ്. ഇനി അവിടെ വല്ല ജനങ്ങളുണ്ടെങ്കിൽ അവിടെ 4ആയിട്ട് തിരിച്ചിട്ട്
അവരുടെ ആൾക്കാരുടെ പേര് പറയുകയാണ് 11. ശതധരന്മാർ, വിദ്യാധരന്മാർ, വസുന്ധരന്മാർ, ഇഷന്ധരന്മാർ എന്നീ പേരുകൾ അവരെ അറിയപ്പെടും. അതിലാരെങ്കിലും ജീവജാലങ്ങൾ ഉണ്ടെങ്കിൽ ഇവരെ ഈ തരത്തിൽ അറിഞ്ഞുകൊള്ളണം. അവർ വേദാത്മകരും വേദങ്ങൾ അറിയുന്നവർ തന്നെ, തത്വജ്ഞാനമുള്ളവർ തന്നെയാണ്. അവർ സോമനെ ആരാധിക്കുന്നു. അപ്പോൾ അവിടെ ചന്ദ്രനെയാണ് അവർ ആരാധിക്കുന്നത്. അവരുടെ ദേവത ചന്ദ്രനാണ്. എന്നിട്ട് 12 പറയുന്നു, കൃഷ്ണശുക്ല പക്ഷത്രത്തിൽ പൃഥുക്കൾക്ക് ദേവന്മാർക്കും തൻ്റെ കിരണങ്ങളാൽ അരുണൻ നൽകണേ. അതായത് ശുക്ലപക്ഷവും കൃഷ്ണപക്ഷ കാലഘട്ടത്തിൽ അതിൻ്റെ അരുണ കിരണങ്ങളാൽ അവിടെയുള്ളവർക്കെല്ലാം ആ കിരണങ്ങളാൽ അന്നത്തെ നൽകണേ എന്ന് പറയുകയാണ്. അവിടെയുള്ളവരെ രക്ഷിക്കണേ. അവരുടെ പ്രാർത്ഥനയായിട്ട് അതിനെ കണ്ടാൽ മതി. സോമദേവൻ പ്രജകളായ നമ്മുടെ എല്ലാവരുടെയും രാജാവായിട്ട് അനുകൂലമായി വർത്തിക്കണേ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുകയാണ്. അതായത് അതിൻ്റെ അധിപൻ സോമനാണ്. അതിന് സോമരാജ മന്ത്രം എന്ന് പറയുന്നത്. അവിടെയുള്ളവർ പ്രാർത്ഥിക്കുന്ന മന്ത്രം സോമരാജ മന്ത്രമാണ്. ഇനി അടുത്തത് പറയുകയാണ്. 2 പറഞ്ഞ് ഇതാണെങ്കിൽ ഇവിടുത്തെ പറഞ്ഞു. ഇനി അടുത്തതിനെ പറ്റി പറയുകയാണ്. 13. അതായത് ആ സുരാസമുദ്രത്തിന് പുറത്ത് അതിനേക്കാൾ ഇരട്ടി വലുപ്പമുള്ള കുശദ്വീപുണ്ട്. അപ്പൊ 3ാമത്തെ ദ്വീപാണ് കുശദ്വീപ്. അത് ഇതിനെക്കാട്ടി ഇരട്ടി വലുപ്പമുണ്ട് എന്ന് പറയുകയാണ്. ഇതും തുല്യമാണ്, പക്ഷെ ഇതിനെക്കാട്ടിയല്ല ഇരട്ടി വലുപ്പമുണ്ട് ഈ കുശദ്വീപിന്. ഇനി അതിൻ്റെ കാര്യം പറയുകയാണ്. അതിൽ ഈശ്വര സൃഷ്ടിയായ കുശസ്തംഭം അത് ദിക്കുകളെ പ്രകാശിപ്പിക്കുന്നു. അതിൽ വലിയൊരു സ്തംഭം മാതിരിയുള്ള ഒരു തൂൺ അവർ കാണുന്നുണ്ട്. വലിയ സ്തംഭം മാതിരി ഈശ്വരൻ്റെ സൃഷ്ടിയായിട്ടുള്ള ഒരു സ്തംഭം അവിടെ കാണുന്നു. അത് പ്രകാശിക്കുകയും ചെയ്യുന്നു എന്നറിയാം. ഇപ്പം ഹിമാലയത്തിൻ്റെ മുകൾ ഭാഗവും മഞ്ഞ് മൂടിയിട്ട് പ്രകാശിക്കുമല്ലോ, അതുപോലെ ഈ കുശസ്തംഭം എന്ത് ചെയ്യുന്നുണ്ട്? നല്ല പ്രകാശം ചെലുത്തിയിട്ട് ഒരു വലിയ സ്തംഭം മാതിരിയുള്ള അവർ അവിടെ കണ്ടു. കുശസ്തംഭം അത് ദിക്കുകളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെയുള്ള അതിൻ്റെ അധിപതിയാണ് പ്രിയംവദപുത്രനായ ഹിരണ്യ തേജസ്സാണ് അവരുടെ അധികാരം. പ്രിയവ്രതൻ ഹിരണ്യ തേജസ്സിനാണ് ആ 3ാമത്തെ ദ്വീപ് കൊടുത്തിരിക്കുന്നത്. 3ാമത്തെ ലോകം എന്നും നമുക്ക് പറയാം. എന്നിട്ട് ചുറ്റുമുള്ള 3ാമത്തെ 6 നടുവിലൊന്ന് 7ാമത്തെ ലോകം. അത് അദ്ദേഹം അതിനെ 7ആയിട്ട് വീതിച്ചിട്ട് ഇതാണ് 3ാമത്തെ എങ്കിൽ ഇതിന് 7ആയിട്ട് വീതിച്ചിട്ട് തൻ്റെ 7 മക്കൾക്ക് നൽകി. അപ്പോൾ അങ്ങനെ അവയുടെ പേര് പറയുകയാണ്: വസുദാനൻ, ദൃഢരുചി, നാഭിഗുപ്തൻ, സൂര്യവ്രതൻ, വിത്തൻ, വാമദേവൻ എന്നീ 7 പുത്രന്മാർക്ക് നൽകി. അതുകൊണ്ട് ആ പേരിൽ അവർ അറിയപ്പെടുന്നു. എന്നിട്ട് അതിലും എന്തുണ്ട്? പാറ്റിൽ പറയുകയാണ്, അതിലും 7 പർവ്വതങ്ങളെ അവർ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട് അവർ: അനിചക്രം, ചതുശൃംഗം, ശൈലം, ചക്രയിടം, ദേവനീയം, ഈശ്വരോമാസ്, ഭൂവീണം. ഞാനീ പറയുന്ന പേരിലെല്ലാം ചിലപ്പോഴെല്ലാം തെറ്റി വരും. ഞാൻ കുറിച്ചെടുത്തിട്ട് പറയുന്നതാണ്. പേരിലൊന്നും വലിയ കാര്യമില്ല. അവരൊരു പേര് കൊടുത്തു, അതാണ് അതിലുള്ള പർവ്വതങ്ങൾ. അതുകൊണ്ട് ചിലപ്പോൾ പേരിൽ പറയുന്നതിൽ ചെറിയ മിസ്റ്റേക്കെല്ലാം വരാം. കാരണം ഇത്രയും പേരുകൾ നദികളെയെല്ലാം കുറിച്ചെടുത്ത് പറയുമ്പോൾ ഇതിനകത്ത് സ്പെല്ലിങ് നോക്കുമ്പോൾ കുറച്ചൊരു സംശയക്കുറവെല്ലാം വന്നേക്കും. പിന്നെ അതിലുള്ള 7 നദികളുടെ പേര് പറയുകയാണ്: രസകുല്യ, മധുകല്യ, മിത്രവിന്ദ, ശ്രുതവിന്ദ,
ദേവലഭ ദേവലാഭ കൃതച്യുത മന്ത്രമാല, ഇതാണ് അതിലുള്ള നദികൾ. അപ്പോൾ ആ ഒരു ദ്വീപിൻ്റെ എല്ലാ 7 ലോകങ്ങളിലുള്ള ഒരു ലോകത്തിൻ്റെ, മൂന്നാമത്തെ ലോകത്തിൻ്റെ നടുവിലൊന്നുണ്ട്, അത് 4-മത്തെ. അതിലുള്ള നദികളെയും പർവ്വതങ്ങളെയും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതിൽ ജനങ്ങളുണ്ടെങ്കിൽ അവരുടെ ജനങ്ങളുടെ പേര് 4ആയിട്ട് തിരിച്ചിട്ട്, നമ്മൾ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് തിരിച്ചതുപോലെ തന്നെ ഇവിടെ അതിലെ ജനങ്ങളെ കുശലന്മാർ, കോപിഭന്മാർ, അഭിയുക്തന്മാർ, കളങ്കന്മാർ എന്ന് പറയുന്നു. അവര് ശ്രീഹരിയുടെ അഗ്നിരൂപം ധരിച്ച ശ്രീഹരിയെ ആരാധിക്കുന്നു. അവർ ആരാധിക്കുന്ന അഗ്നിയാണ്, ശ്രീഹരി തന്നെയാണ് അഗ്നിയായിട്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് എങ്ങനെ ആരാധിക്കുന്നതെന്ന് പറഞ്ഞാൽ 17 പറയും, ഹേ അഗ്നിദേവ, പരബ്രഹ്മസ്വരൂപനായ ശ്രീഹരിക്ക്, ശ്രീഹരി തന്നെയാണ് പരബ്രഹ്മം, ആ ബ്രഹ്മം ശ്രീഹരിയുടെ പരബ്രഹ്മത്തിൻ്റെ ഒരു രൂപമായിട്ടാണ് ശ്രീഹരി വന്നത്. ഹവ്യത്തെ വഹിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങളാണ്. എല്ലാ ഹവ്യങ്ങളെയും വഹിച്ചു കൊണ്ടുപോകുന്നത് ഊർജത്തിൻ്റെ എല്ലാ പ്രവർത്തികളും പങ്കെടുക്കുന്ന അഗ്നിയാണ്. ആ ഊർജത്തിൻ്റെ സഹായത്താലാണ് എല്ലാ ദേവതകളെയും വഹിച്ചു കൊണ്ടുപോകുന്നത്. ശ്രീഹരിയുടെ അംശമായ ദേവതകളുടെ യജ്ഞം കൊണ്ട്, ദേവതകൾ അവിടെ എന്തെല്ലാം ദേവതകളുണ്ടോ അതെല്ലാം ശ്രീഹരിയുടെ അംശങ്ങൾ തന്നെയാണ്. യജ്ഞം കൊണ്ട് തിരുവടിയെയാണ് യജിക്കുന്നത്. അതായത് അഗ്നിയുടെ സഹായത്താൽ ആണ് ശ്രീഹരിയെ യജിക്കുന്നത്. എൻ്റെ പാട്ടിൽ പറയുന്നു, അടുത്ത ദ്വീപിലാണ്. അപ്പോൾ ഈ ലോകം കഴിഞ്ഞ് ഈ ലോകം കഴിഞ്ഞ് ഈ ലോകം കഴിഞ്ഞ് ഇനി അടുത്ത ഇതിനെപ്പറ്റി പറയുകയാണ്. ക്രൗഞ്ചൻ ദ്വീപ് 18 പറയുകയാണ്. അതായത് 7-മത്തെ ലോകം, അല്ല അടുത്ത ലോകം. ആകെ 7ആണ്. അതിന് ഇരട്ടി, മറ്റേനെക്കാട്ടി ഇരട്ടി വലുപ്പമുള്ളത് ക്രൗഞ്ച് ദ്വീപം എന്ന് പറയുന്നു. അത് പാൽക്കടലിൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. അവിടെ പാല് വെച്ചിട്ട് ഇതിനെ ഇതാണെന്ന് വെച്ചോളൂ. ഇതിനെ പാല് ദ്വീപ് കൊണ്ട് ചുറ്റപ്പെട്ടു. ഇവിടെ ഇതാണ് സമുദ്രമായിട്ട് പറയുന്നത്. അത് പാല് കൊണ്ട് ചുറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ പാല് നിറച്ചിട്ട് അവിടെ വെച്ച് എന്നുള്ള കാര്യത്തിലൊന്നും എടുക്കരുത്. അവർക്ക് നോക്കുമ്പോൾ പാല് വാരി തോന്നി. അതുകൊണ്ട് പാല് കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്ന് പറയുന്നു. അല്ലാതെ അവിടെ പാലൊന്നുമില്ല. ഇതെല്ലാം കണ്ടിട്ടാണ് മറ്റുള്ള മതങ്ങളിൽ വ്യാഖ്യാനിച്ച് അവരത് വെച്ച് അവിടെ പാലൊഴുകിയാണ്. അപ്പോൾ അവിടെ അരുവികളുണ്ട്, പാലിൻ്റെ അരുവിയുണ്ട്, തേരിൻ്റെ അരുവുണ്ട്, മദ്യത്തിൻ്റെ അരുവിണ്ട് എന്നെല്ലാം അങ്ങ് അടിച്ചു വിട്ടിരിക്കുകയാണ്. അർത്ഥം മനസ്സിലാക്കാതെ ഉണ്ട്. ഇത് സുബ്രഹ്മണ്യനാൽ മധ്യഭാഗം തകർക്കപ്പെട്ട് വൃക്ഷലതാദികളോടുകൂടിയതായി ഭവിച്ചു. അതിൻ്റെ മധ്യഭാഗം സുബ്രഹ്മണ്യനാൽ തകർക്കപ്പെട്ടിട്ടുണ്ട്. ആ പർവ്വതത്തിൻ്റെ, അവിടെയുള്ള പർവ്വതത്തിൻ്റെ ക്ഷീരസാഗരത്താൽ നനക്കപ്പെട്ടു. അപ്പോൾ അതിനൊരു നനവെല്ലാം കാണുന്നുണ്ട്. അത് ഒറ്റൊരു പർവ്വതമായിട്ടല്ല, വലിയൊരു പർവ്വതമായിട്ട് 2ആയിട്ട് വിഭജിച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ നടുഭാഗം ആ പർവ്വതം വരുണ ഭഗവാനാണ് സംരക്ഷിക്കുക. വരുണനാണ് അവിടുത്തെ ദേവത. ഇത് 20 പറയുന്നു, പ്രിയംവദ പുത്രൻ കൃതസൃഷ്ടനാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം അത് 7ആയിട്ട്, അത് 2ആയിട്ട് മാറിയിട്ട് കിടക്കുന്നുണ്ടെങ്കിലും അതിനെ അദ്ദേഹം 7ആയി വിഭജിച്ചിട്ട് അതിനെ അദ്ദേഹം ഇതേപോലെ തന്നെ 7ആയിട്ട് വിഭജിച്ചു. ഇങ്ങനെ ഇതാണെങ്കിൽ ഇതേപോലെ 7ആയിട്ട് അതിനെ വിഭജിച്ചു. 7ആയിട്ട് വിഭജിച്ചിട്ട് 7 പുത്രന്മാർക്ക് കൊടുത്തു. എന്നിട്ട് അയാൾ സന്യാസിക്കാൻ പോയി, മക്കളെ ഏൽപ്പിച്ചു. അപ്പോൾ അതിൻ്റെ പേരാണ് 21 ആമൽ, മധുരൂപൻ, മേഘവൃഷ്ടൻ, സുധാമാവ്, ബ്രാജിഷ്ഠൻ,
ലോഹിതാർണൻ, വനസ്പതി. അപ്പം അതിനെ ഏഴാക്കി തിരിച്ചിട്ട് 7 പുത്രന്മാർക്ക് കൊടുത്തു. അപ്പോൾ ഓരോന്നിലൊന്നുണ്ട വലിയ പർവ്വതങ്ങൾ ഉണ്ടാവും. അപ്പം ആ 7 കാണുന്ന ഏറ്റവും വലിയ 7 പർവ്വതങ്ങളെ പറയുകയാണ്. അതിനെ ചുറ്റി വേർതിരിക്കുന്ന നദികളുണ്ട്, അതിന് പറയുകയാണ്. പർവ്വതങ്ങളുടെ പേര് ശുക്ലം, വസ്മാനം, പ്രഭാജനം, ഗുണസർഹണം, നഭം, നന്ദനം, വല്ലത്തോപദ്രം. ഇത് പർവ്വതങ്ങളും. ഇനി അതിലെ നദികൾ അഭയ, അമൃതൗഘ, കവ്യ, ആര്യക, തീർത്ഥവതി, വൃത്തി, രൂപവതി, പവിത്രവതി, ശുക്ല എന്നിവയാണ് അതിലെ നദികളെന്നും പറയുകയാണ്. 22 അവിടെയുള്ള ജനങ്ങളെ ബ്രാഹ്മണ ക്ഷത്രിയ എന്ന് പറയുന്നതിനെ പോലെ തന്നെ 4 തിരിച്ചിട്ട് പുരുഷന്മാർ, ഋഷഭന്മാർ, ദ്രവിണന്മാർ, ദേവകന്മാർ എന്നിവരായിട്ട് തിരിച്ചിട്ട് അവരെല്ലാം ജലസ്വരൂപമായി ഈശ്വരനെ ഉപാസിക്കുന്നു. ജലത്തെയാണ് ഈശ്വരനായിട്ട് ആരാധിക്കുന്നത്. പിന്നെ ആ ആരാധന മന്ത്രം പറയുകയാണ്, നിങ്ങൾ ഭഗവാന്റെ വീരതയോടെ ജനിച്ചവരാണ്. ജലം ഭഗവാനിൽ നിന്ന് തന്നെ ജനിച്ചതാണ്. എല്ലാം പവിത്രീകരിക്കുന്നവരാണ്. ജലമാണ് ജലത്തെ ശുദ്ധമാക്കുന്നത്. പാപങ്ങളെയെല്ലാം നീക്കുന്നവരാണ്. നമ്മളുടെ കഷ്ടപ്പാട്, ദാരിദ്ര്യമെല്ലാം നീക്കുന്നത് ജലത്തിൻ്റെ സഹായത്താൽ തന്നെയാണ്. നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നു. ഇതിനാണ് ജലദേവതോപാസന മന്ത്രം എന്ന് പറയുന്നത്. ആ മന്ത്രം ഉപയോഗിച്ചിട്ട് അവർ അതിനെ ആരാധിക്കുന്നു. ഇനി ഈ പാൽക്കടലിന്, നേരത്തെ പാൽക്കടലിനോട് ചുറ്റപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ അപ്പുറം 3 ലക്ഷം യോജന പരപ്പുള്ള ശാഖദ്വീപ്, അത് ഇതായിട്ട് എടുക്കാം. അതിൽ ശാഖവൃക്ഷം ഉള്ളത് കൊണ്ടാണ് അതിന് ശാഖദ്വീപ് എന്ന് പറയുന്നത്. അവിടെ ശാഖവൃക്ഷങ്ങളാണ് കാണുന്നത്. അതിന് നല്ല മണമുള്ള, സുലഭമായ മണമുള്ളത് കൊണ്ട് ആ ദ്വീപിന് ചുറ്റും ഈ മണം വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പോൾ അവർ ഇതിൻ്റെ മണം പോലും അവിടെ സെൻസ് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. ആധുനിക ഉപകരണങ്ങളുടെ ആ ദ്വീപിന് ചുറ്റും ഒരു മണമുണ്ട് എന്നും എല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ്. എന്നിട്ട് 25 പറയുന്നു, മേധാതിഥിയുടെ പുത്രനെ പ്രിയവ്രതൻ്റെ പുത്രൻ മേഘാതിഥിക്കാണ് അത് കൊടുത്തത്. അവർക്കും 7 പുത്രന്മാരുണ്ടായി. അവരെന്ത് ചെയ്യുന്നു? അവരത് വീതിച്ചിട്ട് 7 ആക്കി തിരിച്ചിട്ട് 7 ദേശങ്ങളായി തിരിച്ചു. അതിൻ്റെ പേരുകളാണ് പുരോജവൻ, മന്നജവൻ, മനോജവൻ, പവമാനൻ, ധൂമ്രനികൻ, ചിത്രരോഫൻ, ബഹുരൂപൻ, വിദ്യാധരൻ. അപ്പം ഈ മക്കളെ ഏൽപ്പിച്ചിട്ട് പിന്നെ അങ്ങേരും പ്രിയവ്രതൻ്റെ പുത്രനും സന്യസിക്കാൻ പോയി. 26 അതിലുള്ള പർവ്വതങ്ങളുണ്ടല്ലോ, ഓരോന്നിലും ഓരോ പർവ്വതമുണ്ട്. ഈശാനൻ, ഉരുശൃംഗൻ, രഥാദ്രൻ, ശതകേസരൻ, സ്രോതസ്, ദേവപാലൻ, മഹാനഭൻ. പേരിലെല്ലാം ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. എഴുതുമ്പോൾ ചിലപ്പോൾ പറയുമ്പോൾ തെറ്റിപ്പോകാം. ഇനി അതിലുള്ള 7 നദികൾ. അപ്പോൾ ആ 7 ദ്വീപ് 7 തിരിക്കുമ്പോൾ അതിന് ചുറ്റും 7 നദികളുണ്ടാവും. ആ നദികളുടെ പേര് അനർഘ, ആയുർഭ, ഉദയസ്പൃഷ്ടി, താപമാളിക, പഞ്ചവതി, സഹസ്രശ്രുതി, തിജദ്രുതി. ഇനി അതിലുള്ള ജനങ്ങളെ 4 തിരിച്ചിട്ട് പറയുകയാണ്. 27 ഋതപ്രദന്മാർ, സത്യപ്രദന്മാർ, ദാനപ്രദന്മാർ, അനുബ്രതന്മാർ. അതായത് 4 തരം കാറ്റഗറിയിലെ ജനങ്ങൾ. അതിലുള്ളതിന് അവർക്ക് അത് പേര് കൊടുത്തു. അതിൽ പോയി നമ്മൾ നോക്കിക്കൊള്ളണം ആ ജനങ്ങൾ എങ്ങനെയെല്ലാം ഉള്ളത്. അല്ലാതെ അവർക്കതൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. ഇനി അങ്ങനെയുള്ള ജനങ്ങൾക്ക് പേര് കൊടുത്തു. ഇനി 28 പ്രാണായാമത്താൽ
രജോ തമോ ഗുണങ്ങളെല്ലാം അകറ്റിയിട്ട് വായു രൂപത്തിൽ സർവേശ്വരനെ ഉപാസിക്കുന്നു. അവർ സർവേശ്വരനെയാണ് വായു രൂപത്തിൽ ഉപാസിക്കുന്നത്. ഈ ഈശ്വരൻ നമ്മെ പാലിക്കട്ടെ. ഇനി 29 ഈ ദദ്യരസ സമുദ്രത്തിനും അപ്പുറം അതിനേക്കാൾ ഇരട്ടി വിസ്തീർണമുള്ള പുഷ്കര ദ്വീപ്. ഇനി അതിൻ്റെ അപ്പുറത്തുള്ളതാണ് പുഷ്കര ദ്വീപ്. ഏതാണ് അവസാനത്തെ 6ാമത്തെ പുഷ്കര ദ്വീപ്. അത് ഇതിനെക്കാട്ടി ഇരട്ടി വലുപ്പമുണ്ട് എന്ന് പറയുകയാണ്. അവിടെ ബ്രഹ്മദേവന്റെ മഹാസ്തംഭം വിരാജിക്കുന്നു. ബ്രഹ്മദേവന്റെ വലിയൊരു സ്തംഭന്മാരി അവിടെ കാണുന്നുണ്ട്. ആ 7ാം ലോകത്തിൽ അവസാനത്തെ ആ പുഷ്കര എന്ന ദ്വീപില് വലിയൊരു സ്തംഭം അദ്ദേഹം കാണുന്നുണ്ട്, അവർ കാണുന്നുണ്ട്. അത് ബ്രഹ്മദേവന്റെ സ്തംഭമാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടെ ആ ദ്വീപിനെ ഒരു പർവ്വതം 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത അതാണ്. അതിനെ ഒരു പർവ്വതം ആ ദ്വീപിനെ 2ആക്കി തിരിച്ചു വെച്ചിട്ട് ആ പർവ്വതത്തിൻ്റെ അപ്പുറവും ഇപ്പുറമായിട്ട് 2ആയിട്ട് കിടക്കുകയാണ്. ആ പർവ്വതത്തിലെ 4 ദിക്കിലായി ഇന്ദ്രാദികളായ ലോകപാലന്മാരുടെ പുരങ്ങളുണ്ട്. അതിൻ്റെ ആ പർവ്വതത്തിൻ്റെ 4 ദിക്കിലുമായിട്ട് ഇന്ദ്രാദികളായ ലോകപാലകർ ലോകരെ പ്രാപിക്കും. അതായത് അതിൻ്റെ പുറത്താണ് നമ്മൾ എവിടെ എത്തി? അവസാനത്തെ ലോകത്തിൻ്റെ കാര്യം പറയുകയാണ്. അപ്പോൾ ഇനി അതിൻ്റെ അപ്പുറം ശൂന്യമോ എന്തോ ആണ്. അതുകൊണ്ട് ആ 4 ദിക്ക് നമ്മളൊരു പ്ലാന് വരച്ചു കഴിഞ്ഞാൽ, വീടിൻ്റെ പ്ലാനെല്ലാം വരച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അപ്പുറമാണ് 4 ദിക്ക്, വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്ന് മാർക്ക് ചെയ്യുന്ന പോലെ ഇവരവസാനത്തെയും പറഞ്ഞു. പടം പൂർത്തിയായി. 7 ലോകങ്ങളെ പറ്റിയും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ 4 ദിക്കിൽ ഇന്ദ്രാദികളായ ലോകപാലകന്മാരുടെ പുരമുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അതിലൂടെയാണ് സൂര്യരഥം മേരുപർവ്വതത്തെ ചുറ്റിപ്പോകുന്നത്. അപ്പം നമ്മുടെ സൂര്യൻ ഒരു ലോകത്തിലാണുള്ളത്. അത് മേരുപർവ്വതത്തെ പറ്റി ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. ഏത്? നമ്മളുള്ളത് ഇതിലാണെന്ന് വെച്ചോളൂ. ഇതിലുള്ള സൂര്യൻ എന്ന് പറഞ്ഞാൽ ഇതടക്കം ചുറ്റുന്നുണ്ട്. അപ്പോൾ ആ സൂര്യനടക്കം ഇങ്ങനെ ചുറ്റുമ്പോൾ ഇതാണ് 7ാമത്തതെങ്കിൽ, നമ്മളിപ്പം പറയുന്ന പുഷ്കര ദ്വീപെങ്കിൽ ഇവിടെയാണ് ഇതാണ് നമ്മളുള്ളതെന്ന് വെച്ചോ. അതിൻ്റെ അകത്തുള്ള സൂര്യൻ ഇങ്ങനെ ചുറ്റി വരുമ്പോൾ ഇതിൻ്റെ മേലൂട്ട് ഇതിനെ 2ആക്കി തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൂട്ടിയാണ് കടന്നു പോകുന്നത് സൂര്യൻ. അതിന് മുകളിലൂടെ സൂര്യരഥം മേരുപർവ്വതത്തെ ചുറ്റിപ്പോകുന്നു. മേരുപർവ്വതത്തെ ഈ പർവ്വതത്തെ ചുറ്റിയാണ്, ഈ നടുവിലുള്ള പർവ്വതത്തെ ചുറ്റിയാണ്. ഇതാണ് ഭൂമിയുള്ളതെങ്കിൽ ഇതിങ്ങനെ ഇനി ചുറ്റും പോകുമ്പോൾ ഇതിൻ്റെ വശത്തൂട്ടിയാണ് കയറിപ്പോകുന്നതെന്ന് പറയുകയാണ്. അപ്പൊ ഇവിടെ 7ആക്കി ചുറ്റിയിട്ട് തിരിച്ചിട്ടുള്ളതായിട്ടല്ല പറയുന്നത്, 2ആക്കിയിട്ട് തിരിച്ചതായിട്ടാണ്. ആ പർവ്വതം കൊണ്ട് വലിയ ദേശമായതുകൊണ്ട് 2ആയി തിരിച്ചിട്ട് അതിൻ്റെ അധിപനാരാണ്? പ്രിയംവ്രതന്റെ ഒരു മകനാണ് വീതിഹോത്രം. അദ്ദേഹം രമണ, ധാരിക എന്നീ 2 പുത്രന്മാർക്കാണ് ഇത് 2ആയി തിരിച്ചതിനെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് 32 നിവാസികള് കമലാസനമൂർത്തിയായ ശ്രീഹരിയെ ബ്രഹ്മാദികൾക്ക് പ്രയോജനകരമായ കർമ്മം കൊണ്ട് ആരാധിക്കുന്നു. അവിടെയുള്ളവര് കർമ്മം ചെയ്യുന്നത് ആര് ചിന്തിച്ചുകൊണ്ടാണ്? ശ്രീഹരിയെ, കമലാസനമൂർത്തിയായ ശ്രീഹരിയെ ആണ് ആരാധിക്കുന്നത്. ഇനി അവിടെയുള്ള ജനങ്ങൾ ആരാധിക്കുന്ന കർമ്മഫലമാകുന്ന വേദത്താൽ ജ്ഞാനം നൽകുന്ന, വേദത്തിലൂടെയുള്ള ജ്ഞാനം അനുസരിച്ചാണ് കർമ്മം നൽകുക. വേദം എന്ന് പറഞ്ഞാൽ സയൻസ്, പൂർണ്ണ സയൻസ്. ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് കർമ്മം. കർമ്മം ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കർമ്മഫലവും കിട്ടും.
ഏകമായ ആ ഈശ്വരൻ ഏകനാണ്. ശാശ്വത സത്യത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ആ ഭഗവാന് ശാശ്വതമായ സത്യം അത് തന്നെയാണ്. ദ്വയമല്ല, അതായത് രണ്ടല്ല, ഏകനാണ്. വികാര വിക്ഷോഭമില്ല, അതായത് വികാരമില്ല, വിക്ഷോഭം ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സ്വരൂപം ഏതോ അതിനെയാണ് സമസ്ത ജീവജാലങ്ങളും ഉപാസിക്കുന്നത്. ആ ഭഗവാന് നമസ്കാരം. ഇതാണ് പുഷ്കരദ്വീപിലെ ജനങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്തുതിക്കാണ് ബ്രഹ്മോപാസന മന്ത്രം എന്ന് പറയുന്നത്. ഇനി 34. അപ്പോൾ 6 7 ലോകത്തിൻ്റെ കാര്യം, ഇതിൽ 6 ലോകത്തിൻ്റെയും, കഴിഞ്ഞാൽ അതിൽ 2 1 ലോകത്തിൻ്റെയും, അങ്ങനെ 7 ലോകത്തിൻ്റെയും ഘടനയും രൂപവും എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് സുഖൻ പറയുകയാണ്, അതിനപ്പുറത്തെ ലോകാലോകമെന്ന പർവ്വം, അതായത് സൂര്യപ്രകാശം തട്ടുന്ന പ്രകാശവും അലോകി എന്ന് പറയുന്ന സൂര്യപ്രകാശം ലഭിക്കാത്ത ഇടയിൽ ചുറ്റും ഏർപ്പെടുത്തിയിരിക്കുന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനെ രണ്ടാക്കി തിരിച്ചിട്ട് ഈ സൂര്യൻ ഇങ്ങനെ ഇതിൻ്റെ അടുത്തോട്ട് പോകുമല്ലോ. ഇതിലാണ് നമ്മളുള്ളത്, സൂര്യനുണ്ട്. ഇതിങ്ങനെ പോകുമ്പോൾ ഈ സൂര്യപ്രകാശം ഇതിനെയെല്ലാം പ്രകാശിപ്പിക്കുന്നുണ്ട്. ഈ ചുറ്റുമ്പോൾ ഈ 7 ലോകങ്ങളെയും സൂര്യൻ പ്രകാശിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ഇങ്ങനെ ചുറ്റുമ്പോൾ ഇതെല്ലാം അടുത്തെത്തും. ധ്രുവനെയാണ് ചുറ്റുന്നത്, അപ്പം ധ്രുവനും പ്രകാശിപ്പിക്കുന്നുണ്ട്. ഇതിനെയെല്ലാം പ്രകാശിപ്പിക്കുന്ന ഈ പ്രകാശമേൽക്കുന്ന ഈ സ്ഥലത്തിനെയാണ്, പ്രകാശത്തിന് എത്താൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആകർഷണം എത്തുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് പരിധിയായിട്ട് നിർണയിച്ചിരിക്കുന്നത്. ആ പരിധിക്ക് സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലത്തിന് ലോകാലോകമെന്ന പർവ്വമായിട്ടും ദേശമായിട്ടും മറ്റ് അലോകമായിട്ടും സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ 2 വേർതിരിവ് ഉണ്ടാക്കിയിരിക്കുന്നു. ഇനി ഈ 35 ഈ നടുവിലൊരു പർവ്വതം ഇതിനെ, ഈ പുഷ്പരൂപ ദ്വീപിനെ 2ആക്കി തിരിച്ചു എന്ന് പറയല്ലോ. ആ മാനസ സരോവരഗിരിക്കും മേരുപർവ്വതം നടുവിലും കിടക്കുന്ന ഈ സ്ഥലം, അതായത് ഇതിനെ 2ആക്കി തിരിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇതിലൊരു പർവ്വതം, ഈ പർവ്വതത്തിനും മേരുപർവ്വതം നടുക്ക്, ഈ നടുക്കുമുള്ള സ്ഥലം, അത്രയും പരന്നു കിടക്കുന്ന സ്ഥലം ഈ സൂര്യൻ്റെ പ്രകാശം അവിടെ ഏൽക്കുന്നത് കൊണ്ട് സഞ്ചരിക്കുമ്പോൾ അത് സ്വർണമയമായിട്ടാണ് കാണുന്നത്. കണ്ണാടി പോലെ തിളങ്ങുകയും ചെയ്യുന്നുണ്ട്. ആ സ്പേസിൽ തിരിച്ചിട്ട ഒരു വസ്തുവിനെ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടില്ല എന്ന് പറയുകയാണ്. അതിനിടക്കുള്ള സ്ഥലത്ത്, ശൂന്യമായ സ്ഥലത്ത് എന്തെങ്കിലും വസ്തുക്കൾ അകപ്പെട്ടു പോയാൽ അത് പിന്നെ തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് അവിടെ ജീവജാലങ്ങൾക്ക് നിലനിൽപ്പ് ഇല്ല. ആ മധ്യപ്രദേശത്തിന് ലോകാലോകം എന്ന് പേരുണ്ടായി. അങ്ങനെ ഈ 3 ലോകങ്ങളും അവസാനിക്കുന്നത് ഈശ്വരനാൽ കോട്ടമതിൽ പോലെ ഏർപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ഇങ്ങനെ 3 ലോകങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു അതിനെ, കോട്ടമതിൽ. അപ്പം ഈ അതിൻ്റെ അകപ്പുറമുള്ള സ്ഥലത്ത് ഒരു പ്രകാശവും ഏൽക്കുന്നില്ല. അതിനാൽ സൂര്യനും ധ്രുവനും ഈ മണ്ഡലങ്ങളെ പ്രകാശിപ്പിക്കും. നമ്മൾ ഈ കാണുന്ന സൂര്യനും ധ്രുവനും ഇങ്ങനെ കറങ്ങുമ്പോൾ ഇത്രയും മണ്ഡലം പ്രകാശിപ്പിക്കും. ആ പ്രകാശമുള്ളതാണ് നമ്മൾ വലിയൊരു ഗോളമായിട്ട് സങ്കല്പിക്കുന്നത്. അതിൻ്റെ അകത്താണ് 7 ലോകങ്ങളുടെ നടുവിലൊന്ന് ഓരോന്നിനെയും 7ആയിട്ട് വിഭജിച്ചിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞു വെച്ചത്. അതിലെ പർവ്വതങ്ങളെയെല്ലാം കണക്കെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് ഭൂലോകത്തിൻ്റെ അളവ്, അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അളവ്, വിഭാഗം, രൂപം എന്നിവ
ഇത്ര മാത്രമാണ് ക്രാന്തദർശികളായ പണ്ഡിതന്മാർ നിരൂപണം ചെയ്തിട്ട് ഉള്ളത്. അപ്പോൾ ഇതിനപ്പുറം പ്രകാശമില്ല. ഇതിൻ്റെ അകത്തെ പ്രകാശം ഈ സൂര്യൻ ഇങ്ങനെ ഇതിലാണ് സൂര്യൻ നമ്മളുള്ളത്. അതിങ്ങനെ ഈ മേല് പർവ്വതം ഈ നടുവിലുള്ളതിന് ചുറ്റുമ്പോൾ ടോർച്ച് മാറി പോകുമ്പോൾ ഈ ദേശം എല്ലാം പ്രകാശിക്കും. ആ പ്രകാശിക്കുന്ന ദേശം അതിൻ്റെ അപ്പുറത്ത്, അതാണ് നമ്മുടെ ഭൂമണ്ഡലം എന്ന് പറയുന്നത്. ഇത്രയും ദേശം അതിൻ്റെ അപ്പുറത്ത് പ്രകാശമില്ല. എന്നിട്ട് എന്ത് പറയുകയാണ്? ഇങ്ങനെ ഭൂലോകത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ അളവ്, അതിൻ്റെ രൂപം, വിഭാഗം എന്നിവ ഇത്ര മാത്രമാണ്. ഇത്ര മാത്രമാണ് ഇപ്പം നമുക്ക് പറയാൻ പറ്റുക. എന്ത് ചെയ്യുന്നത്? ക്രാന്തദർശികളായ പണ്ഡിതന്മാർ നിരൂപണം ചെയ്തിട്ടുള്ളത്. അതായത് ഏറ്റവും ജ്ഞാനം നേടിയ, ശാസ്ത്രലോകം നേടിയ മനുഷ്യര്, ക്രാന്തദർശികളായ ശാസ്ത്രജ്ഞന്മാർ ഇത്ര മാത്രമേ നിരൂപണം ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്കിന് നോക്കി പറയാനൊന്നും നമ്മളെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അവർക്ക് പറയാൻ പറ്റുന്നത്ര പറഞ്ഞു. എന്നിട്ട് 39 പറയുകയാണ്, ഈ ലോക പർവ്വതത്തിൻ്റെ മറുപുറത്ത് 4 ദിക്കുകളായി. അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ പുറത്ത് 4 ദിക്കുകളായിട്ട് തിരിച്ചിട്ട്, എപ്പോഴും പടം വരച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പുറം വടക്ക് തെക്ക് കിഴക്ക്, പിന്നെ അതിൻ്റെ പുറത്ത് വടക്ക് തെക്ക് ദിക്ക് എന്ന അതിര് കൊടുത്തിട്ട് ബ്രഹ്മദേവൻ എന്ത് ചെയ്തിരിക്കുകയാണ്? ഋഷഭൻ, പുഷ്കരദ്രുഡൻ, വാമൻ, അപരാജിതൻ എന്നിവരെ നേരെ ഈ 4 പേരെയാണ് അതിൻ്റെ സംരക്ഷണം ഏൽപ്പിച്ചിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ. അതായത് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഈ വടക്ക് തെക്ക് കിഴക്ക് 4ആക്കി തിരിച്ചിട്ടുള്ള 4 ദേവതകളെ അതിൻ്റെ സംരക്ഷണം, ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അധികാരപ്പെടുത്തി എന്ന് പറയുകയാണെന്ന് വെച്ചാൽ, നമ്മളൊരു എന്തെങ്കിലും വരച്ചു കഴിഞ്ഞാൽ പിന്നെ 4 ദിക്ക് എഴുതിയിട്ട് അതിന് മാർക്ക് ചെയ്യും. പിന്നെ അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. ഇനി 40 ഇനി 40 ഈ പ്രപഞ്ച സൃഷ്ടിയെല്ലാം നടത്തുന്ന ആ പുരുഷോത്തമൻ്റെ വർണ്ണനമാണ്. എല്ലാ ഐശ്വര്യങ്ങളുടെ ദേവനും സർവ അന്തരാമിയുമായ എല്ലാത്തിൻ്റെ അകത്തിലും ഇരിക്കുന്നവനുമായ പുരുഷോത്തമൻ തൻ്റെ തന്നെ രൂപാന്തരമായ താൻ തന്നെയാണ് ഈ പ്രപഞ്ചമായിട്ടെല്ലാം മാറിയിരിക്കുന്നത്. അതിലുള്ള ജീവജാലങ്ങളെല്ലാം അത് തന്നെ, ജനങ്ങളും ദിക്പാലകന്മാരും ബഹുവിധ അവരെല്ലാം അതിൻ്റെ അംശങ്ങൾ തന്നെയാണ്. അവരുടെ ബഹുവിധ അഭിവൃദ്ധിക്കായിട്ട് ധർമ്മം, ജ്ഞാനം, വൈരാഗ്യ, ഐശ്വര്യം മുതലായ അഷ്ടമഹാസിദ്ധികളോട് കൂടിയ തൻ്റെ സാത്വിക സ്വരൂപത്തെ ആവിഷ്കരിച്ച് 4 ബലിഷ്ഠ കരങ്ങളാൽ, അപ്പം ഈ 4 ദിക്കിനെയും 4 ആളെ അധികാരപ്പെടുത്തിയിരിക്കുന്നതായിട്ട് പറഞ്ഞല്ലോ ഇതിനെ സംരക്ഷിക്കാൻ. അതാണ് നമ്മൾ വിഷ്ണുവിൻ്റെ 4 കൈയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ 4 ആൾക്കാർ ഈ 4 ഭാഗത്തു നിന്ന് ഈ ഉണ്ടാക്കിയിരിക്കുന്ന പ്രപഞ്ചത്തെ സംരക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് വിഷ്ണുവിന് 4 കൈയായിട്ട്, ആ കൈകളാണ് ഈ ദേവന്മാർ ആയിട്ട് ചിത്രീകരിച്ചിട്ട് അദ്ദേഹം എന്തുണ്ട്, പിന്നെ കുറേ പാർഷദന്മാരും എല്ലാമായിട്ട് ചുറ്റപ്പെട്ട് ഏകമൂർത്തിയായി എല്ലാത്തിൻ്റെ അധിപനായ ഈശ്വരനായി, ഏകനായ ഈശ്വരൻ. അപ്പം ഈശ്വരനാണ് ഒന്നേ ഉള്ളൂ. ആ ഈശ്വരനെ പരിപാലിക്കുന്നു. ഇനി 41 41 പറയുന്ന ആ സർവേശ്വരൻ, ഈ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള ശക്തിവിശേഷം മായയാലാണ് ഇതെല്ലാം സൃഷ്ടി നടത്തിയിരിക്കുന്നത്. നിർമ്മിക്കപ്പെട്ട നാനാലോകങ്ങളുടെ മായയാലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ നാനാലോകങ്ങളിലെ ജീവജാലങ്ങളുടെ സംരക്ഷണത്തിനായിക്കൊണ്ട് കൽപ്പാന്തകാലത്തിൽ എന്താവും, ഇതെല്ലാം പൊളിച്ചു കെട്ടിയിട്ട് ആ ബ്രഹ്മത്തിൽ തന്നെ ലഭിക്കും. പിന്നെ ആദ്യ ബ്രഹ്മത്തിൽ ഇങ്ങനെ ഉണ്ടാകും. കൽപ്പാന്തകാലത്തോളം ഇങ്ങനെ ഒരു വേഷം ചമഞ്ഞിരിക്കുന്നു എന്നേ ഇതിനർത്ഥമുള്ളൂ. അപ്പോൾ ഇതിനെങ്ങനെ മനസ്സിലാക്കിയാൽ മതി? ഒരു ശക്തി വിശേഷം പ്രപഞ്ചം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിനെ പരിപാലിക്കുന്നു, അവസാനം പൊളിച്ചു കെട്ടി പോകുന്നു. അത് തന്നെയാണ് ഈ പരമേശ്വരൻ. ഇങ്ങനെ 42 പറയുകയാണ്, ഇതിനാൽ തന്നെ ലോകാലോക പർവ്വത്തിൻ്റെ അപ്പുറമുള്ള
അലോക പർവ്വതത്തിൻ്റെയും വിസ്താരവും വർണ്ണിക്കപ്പെട്ടു. അതിൻ്റെ അപ്പുറവും എന്തുണ്ട്? കുറച്ച് സ്പേസ് ഉണ്ട്. അലോക പർവ്വം, അതായത് സൂര്യൻ്റെ ഈ ഗോളങ്ങളുടെ ഈ ലോകങ്ങളിലുള്ള ഗ്രഹങ്ങളുടെ എല്ലാം ബലം വരുന്ന ഒരു ലോകമുണ്ട്. അത് സൂര്യപ്രകാശമേറ്റതാണ്, ഏൽക്കുന്നതാണ്. ഇതിനകത്തുള്ള സൗരം. ഇതിൻ്റെ പുറത്തും സൂര്യപ്രകാശമേൽക്കാതെ കുറച്ച് സ്ഥലമുണ്ട്. അതിനാണ് മറ്റേ ലോകം, വേറൊരു ലോകമുണ്ടല്ലോ സൂര്യപ്രകാശമേൽക്കാത്ത, അതാണ് അലോക പ്രപഞ്ചം. സൂര്യപ്രകാശ അതും ഒരു പരിധി വരെയാണ്. അതിൻ്റെ അപ്പുറം അതിൻ്റെ എല്ലാം അളവുകളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പറയാണ് ഇനി അതിൻ്റെ അപ്പുറം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യോഗേശ്വരന്മാരുടെ പരിശുദ്ധ സ്ഥാനമായി പറഞ്ഞു വരുന്നു. അതിൻ്റെ അപ്പുറം എന്താണെന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല, അത് യോഗേശ്വരന്മാരുടെ സ്ഥലമാണെന്ന് പറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞ് വിട്ടു. എന്നിട്ട് 43 പറയുകയാണ്, ഈ സ്വർഗത്തിനും ഭൂമിക്കും ഇടയിലുള്ള അന്തരീക്ഷത്തിലാണ് ആരുള്ളത്? ബ്രഹ്മാണ്ട കടാഹത്തിൻ്റെ ഒത്ത നടുവിലാണ് സൂര്യനുള്ളത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ബ്രഹ്മാണ്ട കടാഹം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗോളവും അതിൻ്റെ പുറത്ത് കുറച്ച് സ്പേസും ഉണ്ട്. ഇതിൻ്റെ ആകർഷണമൊന്നും വരാതെ, ഈ വെളിച്ചമൊന്നും സൂര്യൻ്റെ വെളിച്ചമൊന്നും വരാതെ ഈ ഇത്രയും വലുതായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഏകദേശ കേന്ദ്രത്തിൽ തന്നെയാണ് ഈ സൂര്യൻ വരുന്നത്. ഇത്രയും വലിയ പ്രപഞ്ചത്തിൻ്റെ ഏകദേശം നടുവിൽ തന്നെയാണ് ഈ നമ്മിലുള്ള സൂര്യനുള്ളത്. യഥാർത്ഥ നടു ഇവിടെയാണെങ്കിലും ഇതും തമ്മിലുള്ള ദൂരം വളരെ വ്യത്യാസമാണ്. അല്ല, വളരെ കുറച്ചായിട്ട് എടുക്കാം. ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ഇതിനെ മുഴുവൻ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ സൂര്യനെ ഏകദേശം ഈ പ്രപഞ്ചത്തിൻ്റെ നടുവായി എടുക്കുന്നതിന് വലിയ തെറ്റൊന്നുമില്ല. കാരണം ഇതും ഈ നടുവും തമ്മിലുള്ള ദൂരം വളരെ കുറച്ചാണ്. ഈ അളവുമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ ദൂരം വളരെ ചെറുതാണ്. അതുകൊണ്ട് ഏകദേശം ഈ പ്രപഞ്ചത്തിൻ്റെ നടുവായിട്ട് ഈ നമ്മുടെ സ്വർഗത്തിനും ഭൂമിക്കും ഇടയിലുള്ള അന്തരീക്ഷത്തിലെ സൂര്യനെ അതിൻ്റെ നടുവായിട്ട് എടുക്കാം. അപ്പം സൂര്യനും അണ്ഡകടാഹത്തിൻ്റെ ഇടയിൽ ആ ദൂരം ഏകദേശം, സൂര്യനും അണ്ഡകടാഹത്തിൻ്റെ ഇടയിൽ ആ സൂര്യന് അതിൻ്റെ ഏറ്റവും പരിധി വരുന്നത് 25 കോടി യോജന ചുറ്റകലമുണ്ട്. അതായത് ഈ നമ്മളിരിക്കുന്ന സൂര്യനിൽ നിന്നും, സൂര്യൻ ഇതിൻ്റെ അകത്താണല്ലോ എന്ന് പറഞ്ഞല്ലോ, ഇതിൽ നിന്നും ഈ അണ്ഡകടാഹത്തിൻ്റെ അറ്റം വരെയുള്ള സ്ഥലം ഏകദേശം 25 കോടിയോളം യോജനയുണ്ട്. ഇത് 44 പറയുന്നു, ഈ സൂര്യൻ അചേതനമായ അണ്ഡത്തിൽ നിന്നും ഉണ്ടായതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടായിരുന്നത്? ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്ന ആദ്യം ഒന്നൊന്ന് ഒരു അണ്ഡന്മാരിയുള്ള, അതാണ് ദിതിയുടെ ഗർഭമായിട്ട് ചിന്തിച്ചിട്ട് അതിൽ നിന്നും ഇന്ദ്രൻ വെട്ടിയിട്ട് 7ആക്കി, പിന്നെ അതിന് ഓരോന്നിനെ 7ആക്കി വെട്ടിയിട്ട് 49 മരുത്തുക്കളായിട്ട് മാറ്റിയത്. അപ്പോൾ ആ അണ്ഡത്തിൽ നിന്നാണ് ഭൂമി ഉണ്ടായിരിക്കുന്നത്, സൂര്യനും എല്ലാം ഉണ്ടായിരിക്കുന്നത്, സൂര്യനും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് അണ്ഡത്തിൽ നിന്നും ഉണ്ടായതിനാലാണ് സൂര്യനെ മാർക്കണ്ഡൻ എന്ന് പറയുന്നത്. അത് തന്നെ ഹിരണ്യഗർഭം, ഒരു ഗർഭത്തിൽ നിന്നും ഉണ്ടായത്, അതാണ് ദിതിയുടെ ഗർഭം എന്ന് പറയുന്നത്. ആ ഹിരണ്യഗർഭത്തിൽ നിന്ന്, ആദ്യം ഒരു ഗർഭത്തിൽ നിന്നാണ് ഇതിങ്ങനെ വികസിച്ചു വന്നത്. അതുകൊണ്ട് അതിനെ ഹിരണ്യഗർഭനെന്നും സൂര്യനെ പറയും. ഏറ്റവും 45 പറയുന്നു, നടുവിൽ സൂര്യനാണല്ലോ. അപ്പം സൂര്യനാൽ തന്നെയാണ് ദിക്കുകൾ, അന്തരീക്ഷം, സ്വർഗം, ഭൂമി, രസാതലങ്ങൾ എന്നിവയെല്ലാം സൂര്യനാൽ തന്നെ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. സൂര്യനാൽ തന്നെയാണ് ഈ എല്ലാ ദിക്കുകളും സൂര്യൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് വേർതിരിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ 46 സൂര്യൻ, ദേവന്മാർ, നിര്യക്തിക്കൾ, മനുഷ്യർ
എന്നിവയും സർപ്പങ്ങൾ, വൃക്ഷലതാദികൾ എന്നിവയും സകല ജീവജാലങ്ങളുടെ ആത്മാവും നേത്രാധികാരണവുമായ നേത്രത്തിൻ്റെ അടിസ്ഥാന ദേവതയുമായിട്ട് നിൻ തിരുവടി സൂര്യൻ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം കേന്ദ്രം സൂര്യനായതുകൊണ്ട് ഈ സൂര്യൻ ദേവന്മാര്, നിര്യത്തുകൾ, മനുഷ്യർ എന്നിവിടെ ജീവിലുള്ള സർവ്വ ജീവജാലങ്ങളും ചരാചരങ്ങളും പുഷ്പങ്ങളും ലതകളും എല്ലാം എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാവ് എന്ന രൂപത്തിൽ ഏതിനെ കാണുന്നു? സൂര്യനെ കാണുന്നു. ആത്മാവ് എന്ന നിലയിൽ മാത്രമല്ല, എല്ലാത്തിൻ്റെയും നേത്രങ്ങളുടെ അടിസ്ഥാന ദേവതയായിട്ട് സൂര്യനെ കാണുന്നു. ആ സൂര്യന് നമസ്കാരം എന്നും പറയുന്നു. അതായത് സൂര്യനാണ് ഇതെല്ലാം മനസ്സിലാക്കാനുള്ള കാഴ്ച ശക്തിയെല്ലാം തരുന്നത്. അതുകൊണ്ട് സൂര്യൻ്റെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ണിലൂടെയാണ്, നേത്രത്തിലൂടെയാണ് ഈ പ്രപഞ്ചത്തെ എല്ലാം വീക്ഷിക്കാൻ നമുക്ക് കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാന ദേവത സൂര്യനാണ്. കണ്ണിൻ്റെ അടിസ്ഥാന ദേവത. അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ നേത്രമായിട്ടാണ് സൂര്യനെ കാണേണ്ടത്. ആ നേത്രത്തിൻ്റെ അടിസ്ഥാന ദേവതയാണ് സൂര്യൻ. എല്ലാറ്റിൻ്റെയും ആത്മാവും സൂര്യനാണ്. അങ്ങനെ 7 ലോകങ്ങളടങ്ങിയ 49 മരുത്തുക്കളടങ്ങിയ പ്രപഞ്ചഘടന, ശാസ്ത്രലോകം ഇതുവരെ കണ്ടെത്താത്ത പ്രപഞ്ചഘടന സൂര്യനെ കേന്ദ്രമാക്കിക്കൊണ്ട് അവസാനം അവർ വളരെ വ്യക്തമായിട്ട് വിവരിച്ചു തന്നു. സൂര്യൻ കേന്ദ്രമായിട്ട്. സൂര്യൻ എന്തുകൊണ്ടാണ് കേന്ദ്രമാക്കിയെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂര്യനാണ്. അത് മാത്രമല്ല, ഏകദേശം ഈ പ്രപഞ്ചത്തിൻ്റെ മധ്യത്തിൽ തന്നെയാണ് സൂര്യൻ വരുന്നത്. സൂര്യൻ ഇങ്ങനെ കറങ്ങുന്നത് കൊണ്ട് ലോകത്തിൽ എല്ലായിടവും പ്രകാശം പരത്തിക്കൊണ്ടാണ് പോകുന്നത് എന്നുള്ള വസ്തുതയും അവർ പറഞ്ഞതാണ്. അതോടെ ഈ അധ്യായം തീരുകയാണ്. പ്രപഞ്ചഘടനയായിട്ട് ബന്ധപ്പെട്ടത് പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് കഴിയുന്ന തരത്തിൽ അവർ പറഞ്ഞു കഴിഞ്ഞു.